ശാസ്ത്രജ്ഞർ ആകസ്മികമായി ഒരു മത്സ്യകന്യകയെ പിടികൂടി. അവളുടെ രൂപാന്തര പ്രക്രിയ നിരീക്ഷിക്കുന്നതിനായി അവർ അവളെ ടാങ്കിൽ നിന്ന് പുറത്തെടുത്തു. എന്നിരുന്നാലും വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നയുടനെ മത്സ്യകന്യക അസാധാരണമാംവിധം അസ്വസ്ഥയായി. അടുത്ത നിമിഷം അവളുടെ പുറകിലെ ചിറക് പതുക്കെ ശരീരത്തിലേക്ക് പിൻവലിക്കപ്പെട്ടു. അവളുടെ ചെതുമ്പലുകൾ വേഗത്തിൽ കൊഴിയാൻ തുടങ്ങി. വിളറിയ മനുഷ്യന്റേതുപോലുള്ള ഒരു ജോഡി കൈകൾ പതുക്കെ ഉയർന്നുവന്നു. തുടർന്ന് ആ മത്സ്യകന്യക ഹൃദയഭേദകമായ ഒരു നിലവിളി പുറപ്പെടുവിച്ചു. അവളുടെ നീളമുള്ള മത്സ്യവാൽ പിളർന്ന് മൃദുവായ ഒരു ജോഡി കാലുകളായി മാറി. വെറും 2 സെക്കൻഡിനുള്ളിൽ വിചിത്രരൂപിയായ ആ മത്സ്യകന്യക പൂർണ്ണമായും സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറി. ഇതവിടെയുണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എങ്കിലും മത്സ്യകന്യകയുടെ അസാധാരണമായ പുനരുൽപാദന ശേഷി പഠിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ വളരെ അവിവേകപൂർണമായ ഒരു തീരുമാനമെടുത്തു. മനുഷ്യന്റെ ജീനുകൾ മത്സ്യകന്യകയുമായി സംയോജിപ്പിക്കാൻ അവർ ശ്രമിച്ചു. ഉടൻ തന്നെ മത്സ്യകന്യകയുടെ വയർ വീർക്കാൻ തുടങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവളുടെ വയർ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഗർഭിണിയുടേതുപോലെ വലുതായി. പ്രസവ സമയമായപ്പോൾ ഗവേഷകർ ആ പുതിയ ജീവനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ മനുഷ്യ മത്സ്യകന്യക സങ്കരയനത്തിൽ ജനിച്ച ആ കുഞ്ഞ് അസാധാരണമാംവിധം നിശബ്ദമായിരുന്നു. അതിന് തീരെ കരച്ചിലുണ്ടായിരുന്നില്ല. മാത്രമല്ല, അതിന്റെ ചർമ്മം വ്യാപകമായി ഉരിയുന്നുണ്ടായിരുന്നു. കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മത്സ്യകന്യകയായ ആ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പിടികിട്ടി. മനുഷ്യനായ പിതാവിന്റെ എതിർപ്പുകൾ വകവയ്ക്കാതെ അവർ കുഞ്ഞിനെയും എടുത്ത് തിരിഞ്ഞു നോക്കാതെ കടലിലേക്ക് നടന്നു. പിന്നീട് വിചിത്രമായൊരു സംഭവം നടന്നു. ഒരു നിമിഷം കൊണ്ട് ആ സ്ത്രീയുടെ ശരീരം ശക്തമായി വിറയ്ക്കുകയും വേദനയോടെയുള്ള ഒരു നിലവിളിയോടെ അവൾ തിളങ്ങുന്ന തന്റെ മത്സ്യകന്യകാ രൂപത്തിലേക്ക് തിരികെ മാറുകയും ചെയ്തു. അതേസമയം കുഞ്ഞിനും അത്ഭുതകരമായൊരു മാറ്റം സംഭവിച്ചു.